പിതൃ തർപ്പണത്തിന്റെ പുണ്യം തേടി ഇന്ന് കർക്കിടക വാവുബലി. പെരിയാർ നദീതീരത്തെ ചരിത്രപ്രസിദ്ധമായ പുണ്യപുരാതന ക്ഷേത്രമായ പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണം നടത്തിയത് ആയിരങ്ങൾ. വെളുപ്പിന് 4 മണി മുതൽ ബലിതർപ്പണത്തിനായുള്ള വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. സമർപ്പയാമി എന്ന് പറഞ്ഞ് പിണ്ടത്തിന്റെ മേലിൽ കുറുകെ വെച്ച് നമ്മുടെ പാത്രത്തിൽ തന്നിരിക്കുന്ന മുഴുവൻ ചോറും കയ്യിലെടുത്ത് ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കുമുള്ളതെന്ന് ശാസ്ത്രം. കറുത്തപക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം. ഭൂമിയിലെ ഒരു മാസം അവർക്ക് ഒരു ദിവസമാകുന്നു. ഇങ്ങനെ 12 മാസം 12 ദിവസങ്ങളായെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുജനങ്ങൾ പിതൃക്കൾക്ക് അന്നം എത്തിച്ചു കൊടുക്കണം എന്ന വിശ്വാസത്തിലാണ് കർക്കിടക വാവുബലി തർപ്പണം നടത്തുന്നത്. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങൾക്കൊപ്പമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക പ്രസിദ്ധവും ചരിത്രപ്രധാനവുമായ വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിലും കർക്കിടക വാവുബലി തർപ്പണവും പിതൃ നമസ്കാരവും നടന്നത്. ക്ഷേത്രത്തിലെ കർക്കിടക വാവു ദിന പ്രത്യേക പൂജകൾക്ക് ശേഷം പുലർച്ചെ 4 മണിയോടുകൂടി പിതൃ നമസ്കാരത്തിനും കർക്കിടക വാവുബലി തർപ്പണത്തിനും തുടക്കമായി. തങ്ങളുടെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തിയ ശേഷം ബലിവസ്തുക്കൾ പെരിയാർ നദിയിൽ നിമജ്ജനം ചെയ്ത് മുങ്ങി കയറി ക്ഷേത്രത്തിലെത്തിയ ശേഷമാണ് ബലിതർപ്പണം നടത്തിയ ഭക്തജനങ്ങൾ മടങ്ങിയത്. പ്രതികൂലമായ കാലാവസ്ഥ കണക്കിലെടുത്ത് ക്ഷേത്രം വക തത്വമസി ഓഡിറ്റോറിയത്തിലായിരുന്നു ബലിതർപ്പണത്തിനായി സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഫയർഫോഴ്സ്, പോലീസ്, ആരോഗ്യ വിഭാഗം എന്നിവയുടെ സേവനങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഏർപ്പെടുത്തിയിരുന്നു. ബലിതർപ്പണത്തിനായി വെളുപ്പിന് 4 മണിക്ക് മുതൽക്ക് തന്നെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കർക്കിടക വാവുദിന പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കും ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രമുഖ കാർമ്മികൻ ചങ്ങനാശ്ശേരി പായിപ്പാട് VA ശശികുമാറിന്റെ കാർമ്മികത്വത്തിലാണ് കർക്കിടക വാവുബലി തർപ്പണം നടത്തിയത്. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കർക്കിടക വാവുബലി തർപ്പണം നടന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.